ഇത് ഞാൻ വിത്തിനിട്ടോക്കുന്നതാണ്. അപ്പോൾ ഇത് 2 വിത്താണ് ഇതിനകത്തുണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ പറിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇതേപോലെ തന്നെ ഞാനിങ്ങനെ വിത്തിനിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ശരിക്കും മൂത്ത് കഴിയുമ്പം ഇതുണ്ട്, ഇതൊക്കെ നിറങ്ങല്ലേ, ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര കറയുണ്ടാവും, മാത്രമല്ല കുരുവിന് ഭയങ്കര ഹാർഡായിരിക്കുമേ. അപ്പോൾ ഞാൻ വിത്തിനിട്ടതിൻ്റെ പേരിൽ ഇനി അത് ഉണങ്ങി കഴിയുമ്പം നമുക്ക് പറിച്ച് അത് വിത്തായിട്ട് നമുക്ക് മാറ്റാം. നമസ്കാരം. ചേനത്ത് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. കാരണം ഒരു കൃഷിയുടെ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ജൈവ കൃഷി ചെയ്യാവുന്നതാണല്ലോ. അപ്പം ഇത് നിത്യപരിധന എന്നാണ് ഇതിൻ്റെ പേര്. നിത്യപരിധന എന്ന് പറയുമ്പം പിന്നെ ഇത് മറ്റൊരു പേരോട് കൂടിയുണ്ട്, നെച്ചിക്കായോ അങ്ങനത്തെ ഒരു പേരോട് കൂടി ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ആദ്യകാലത്ത് ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ ഉപ്പേരി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തോരങ്കറി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമായിരുന്നു ഈ നിത്യപരിധന. ഇതിൻ്റെ പേര് തന്നെ ഉദ്ദേശിക്കുന്നത് നിത്യവും. ഇത് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിത്യവും നമുക്ക് ഇത് പറിച്ചെടുക്കാനുണ്ടാകുമെന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുള്ളൂ. ധാരാളം കായ്കൾ ഇതിനകത്തുണ്ടാവും. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യം ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫോസ്ഫറസ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പോഷക സമൃദ്ധമായ ഒരു ഭക്ഷ്യ പച്ചക്കറിയാണ് നമ്മുടെ ഈ നിത്യപരിധന എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും വീട്ടിൽ ഇപ്പം ഞാൻ വളരെ ചെറിയൊരു സ്ഥലത്താണ്. ഇതിൻ്റെ ചോറ് എൻ്റെ വീടിൻ്റെ മുറ്റത്തല്ല ഉള്ളത്. ഇത് മറ്റൊരു പറമ്പിൽ ഞാൻ നട്ടിട്ട്, മറ്റു പറമ്പിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു നടപടി ഞാൻ നട്ടിട്ട് അത് ഇങ്ങോട്ട് വീട്ടിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ പന്തലിട്ട് അതിലേക്ക് ഞാൻ ഈ വഴുതനയെ പടർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ചുവട് എൻ്റെ മതിലിൻ്റെ ഇപ്പുറം ഒരു നടപടിയാണ്. ആ നടപടിയിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. ഇതിപ്പോൾ വിത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നത്, പറിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ 2 ചുവടാണ് ഉള്ളത്. ഞാനിതിന് ചെയ്യുന്ന വളം എന്ന് പറയുന്നത് ജീവാമൃതമാണ്. ഞാൻ പ്രധാനമായിട്ടും നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി ഇട്ടാണ് നമ്മൾ ഇതിനെ വളർത്തിയത് എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ജീവാമൃതം ആണ് ഇതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജീവാമൃതം ഇട്ട് കൊടുത്താൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടികൾക്ക് കൂടുതൽ കായ ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് ജീവാമൃതം. അപ്പം ജീവാമൃതം ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ജീവാമൃതം 1 ലിറ്റർ ജീവാമൃതം എടുത്തിട്ട് അത് 10 ലിറ്റർ വെള്ളത്തേക്കാക്കി എനിക്ക് പറ്റുന്ന രീതിയിൽ പച്ചക്കറികൾക്കൊക്കെ ഞാൻ നനച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ജീവാമൃതം എനിക്ക് തോന്നുന്നത് ജീവാമൃതം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ മെസ്സേജിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ജൈവ കർഷകർക്കൊക്കെ ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടി കൃത്യമായിട്ട് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുണ്ടോ, ഇത് രസകരമായ രീതിയിൽ ഞാൻ മുകളിൽ 2nd ഫ്ലോറിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകാൻ വേണ്ടി പൈപ്പിൽ ടെറസിൽ വരുന്ന വെള്ളം താഴേക്ക് പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ആ ഒരു ട്യൂബിൻ്റെ മുകളിലോട് കൂടി അതിൻ്റെ ഒരു തണ്ട് കയറിപ്പോയിട്ട് ഇവിടെ എല്ലാം നിറയുന്നുണ്ടോ. ഇതാണ് ഈ പൂവിലാണ് ഇവിടെ നിറയെ കായ്കളായിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ പച്ചക്കറികളും നമുക്ക് ജൈവ രീതി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ഥലമില്ല അല്ലെങ്കിൽ സ്ഥലപരിമിതിയാണ്, ഇതൊന്നും നമുക്ക് ഇതിനകത്തൊരു ബാധകമേ അല്ല. നമുക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമോ ഒരല്പ സ്ഥലം നമുക്ക് കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്ത് വെക്കാം. നമുക്ക് ഏത് രീതിയിലായാലും നമുക്കിതിനെ നമുക്ക് പച്ചക്കറിയെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജീവാമൃതം ഉണ്ടാക്കാൻ പറ്റാത്തവർ ചാണകപ്പൊടി ഇടുക. ഇത് ചാണകപ്പൊടിയും ഇല്ലാത്തവർ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറിയുടെ ബാക്കിയുള്ളത് നമ്മൾ പച്ചക്കറി കറി വെക്കാൻ പറ്റും, അതിൻ്റെ തൊണ്ട് അങ്ങനത്തെ അത് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് പച്ചക്കറികൾ നമുക്ക് അതിനകത്ത് ലഭ്യമാകും. അപ്പോൾ നമുക്ക് ജീവാമൃതം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അമൃത കലീസ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഹരിത മിശ്രിതം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇല്ലാത്ത ആൾക്കാർ അവനെ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെയ്യുക. ഏത് നമ്മൾക്ക് രീതിയിലായാലും നമുക്ക് ഒരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജൈവ രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ പറ്റും. ഇതിന് വിത്തിന് ഭയങ്കര വിലയാണ്. മാത്രമല്ല ഇത് മാർക്കറ്റിൽ ചെന്നാൽ സുലഭമായിട്ട് ലഭിക്കാത്ത ഒരു ഇതാണ് ഈ പറഞ്ഞ നിത്യപരിധന. നമുക്കിപ്പോൾ എല്ലാ കടയിൽ ചെന്നാൽ നിത്യപരിധന കിട്ടില്ല. കാരണം വെച്ചാൽ ആൾക്കാർ കൃഷി ചെയ്യുന്നില്ല. പിന്നെ പുറമേ നിന്ന് വരുന്ന പച്ചക്കറികൾക്ക് അറിയാലോ, ധാരാളം
വിഷമുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ ഒത്തിരി പേര് പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്. ഇപ്പം IT ഫീൽഡിലുള്ള ചെറുപ്പക്കാർ വരെ ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ പുതിയ രീതിയിൽ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തനിക്ക് ഈ കൃഷിപ്പണി അങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ചിരി വന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ചു, രാവിലെ എന്താ ഭക്ഷണം കഴിച്ചേ, ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം കഴിച്ചു, രാത്രി എന്താ കഴിക്കാൻ പോകുന്നത്? അപ്പോൾ ഇത് ആരെങ്കിലുമൊക്കെ മണ്ണിൽ ഇറങ്ങിയിട്ട് നിനക്കത് കഴിക്കാൻ കഴിയുന്നത്, അല്ലാണ്ട് ഇതൊന്നും മുകളിൽ നിന്ന് പൊട്ടി താഴേക്ക് വീഴുന്ന സംഭവം അല്ലല്ലോ. അപ്പോൾ കൃഷിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളതൊന്നും അല്ല ശ്രദ്ധിക്കേണ്ടത്. നമുക്കുള്ള 5 സെൻറ്റാണ്, 3 സെൻറ്റാണ്, 1 സെൻറ്റായാലും 1/2 സെൻറ്റായാലും നമുക്കുള്ള എത്ര സ്ഥലമാണോ ആ ഒരു സ്ഥലത്ത് നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി ഒരു 5-6 ഐറ്റംസ് മാത്രം ചെയ്താൽ മതിയേ. ഒരുപാട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.